വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫാമിലെ പോത്തുകളാണ് കേട്ടോ. ഇവരൊക്കെ ഇതേ പാടത്ത് മേയാൻ വിട്ടേക്കാണ്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് മീഡിയം പോത്തിനെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത്ര നാൾ കൊടുക്കില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വളർത്താൻ ആവശ്യമുള്ളവർക്ക് മീഡിയം പോത്തുകൾ കൊടുക്കുന്നുണ്ട്. വളർത്താൻ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ വിളിക്കുക. പിന്നെ ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. ദൂരെയുള്ള ജില്ലകളൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, അവർക്ക് വണ്ടി കാശൊക്കെ മുതലാവില്ല. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. അപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുല്ലും വെള്ളമൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. വളർത്താനുള്ള പോത്തുകളാണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മീഡിയമാണ് കൊടുക്കണേ. നല്ല വലിപ്പത്തിൽ ഞങ്ങളിപ്പോൾ കൊടുക്കില്ല, അത് ജൂൺ മാസത്തിലാണ് കൊടുക്കുള്ളൂ. ഒരു മീഡിയം സൈസാണ് കൊടുക്കണത്. അപ്പം നിങ്ങളുടെ അവിടെ ഞങ്ങൾ നന്നായി പാടത്തൊക്കെ വിട്ട് നന്നായി പുല്ല് കഴിക്കണതും പാടത്തിന് നടുക്ക് പുഴയൊക്കെ ഉള്ളതാണ്. നന്നായി വെള്ളം കുടിക്കണതും വെള്ളത്തേക്ക് എടുക്കണതും അങ്ങനെ വളർത്തിക്കൊണ്ട് തന്നെ പോത്തുകളാണ്. നിങ്ങളുടെ അവിടെ പാടം പുല്ലും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി എന്ന് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അടുത്ത വർഷത്തേക്കുള്ള ലോഡ് ഈ മാസം ഇറക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ മീഡിയം കുറേ എണ്ണത്തിന് വിൽക്കണത്, വളർത്താനായിട്ട് കൊടുക്കണത്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യും കേട്ടോ. പോത്തിന് വാങ്ങാൻ യാതൊരു വക ഉദ്ദേശവും ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ വിളിച്ച് സമയം കളയരുത്, അത് പ്രത്യേകിച്ച് പറയണം. അപ്പോൾ ഇതിനെല്ലാവർക്കും ഞങ്ങൾ ഗുളിക കൊടുത്തതാണ്. ഞങ്ങൾ ഇപ്പോൾ ഇതേ പാടത്തുനിന്ന് ഞാൻ പറഞ്ഞിരുന്നു, പാടത്തുനിന്ന് ഞങ്ങൾ കയറ്റി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ദിവസം ഇഷ്ടംപോലെ കരിമ്പഞ്ഞണ്ടി വയർ നിറച്ച് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ടോണിക്ക്, ക്ഷീണമുള്ളവർക്കൊക്കെ ടോണിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കും ക്ഷീണമൊന്നുമില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ടോണിക്കൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഇപ്പോൾ ഫാമിൽ നിന്ന് കൊണ്ടു കഴിഞ്ഞാൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവരിങ്ങനെ ധാരാളം പുല്ല് തിന്ന് അവർ വയറ് നിറഞ്ഞിട്ടാണ് വൈകുന്നേരം ഫാമിലേക്ക് കയറണേ. ഇപ്പോൾ വിൽക്കണ പ്രധാന കാരണം ഒന്ന്, ഇതിനെ നോക്കിയിരുന്ന പയ്യൻ പെട്ടെന്ന് എമർജൻസി ആയിട്ട് നാട്ടിൽ പോകേണ്ടി വന്നു. പിന്നെ 2, ഞങ്ങൾക്ക് അടുത്ത വർഷത്തേക്കുള്ള ലോഡ് ഇറക്കേണ്ട സമയമാണിപ്പോൾ. നമ്മൾ ഫസ്റ്റ് അടുത്ത വർഷത്തേക്കുള്ള ലോഡ് ഇറങ്ങിയതിന് ശേഷമാണ് ജൂൺ മാസത്തിൽ എല്ലാ വർഷം വിൽക്കാറ്. പോത്തിന് ധാരാളം പുല്ല് വേണം, കുറച്ചൊന്നും പുല്ല് പോരാ. നമ്മൾ അരിഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോൾ വീടിൻ്റെ അടുത്ത് ധാരാളം പുല്ലുണ്ടോ സൗകര്യം ഉണ്ടോ നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട്. ഞങ്ങൾക്കിപ്പോൾ ഇഷ്ടം പോലെ, ഞങ്ങൾക്ക് 100-ലധികം പോത്തുകളുണ്ട്. അത് 2 ഫാമിലായിട്ട് അടുത്തടുത്ത് 2 ഫാമുകളിലായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇത് 2 ഫാമിൻ്റെ അടുത്തും പാടങ്ങളുണ്ട്. 2 ഫാം എന്ന് പറഞ്ഞാൽ ഫാമുകളൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ മീഡിയത്തിന് വേറെ, വലുത് വേറെ ആയിട്ടാണ് നിർത്തണേ. ഫാമിൻ്റെ അടുത്ത് ചെറിയ പാടങ്ങളുണ്ട്, പിന്നെ കുറച്ച് നടത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ കോൾപ്പാടങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നടത്തി കൊണ്ടുപോയി ഞങ്ങൾ അവർക്ക് വയറ് നിറച്ച് തിന്നാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. 1-2 പോത്തിനെ മേടിക്കായാലും 1-2 പോത്തിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിലും അത്യാവശ്യം പുല്ലിൻ്റെ സൗകര്യം നോക്കിയിട്ട് തന്നെ മേടിക്കണം. നമ്മൾ കയ്യിൽ നിന്ന് കുറേ കാശ് മുടക്കി തീറ്റ വാങ്ങിച്ച് കൊടുത്ത് നഷ്ടത്തിൽ ആവേണ്ട വിധത്തിൽ പോത്തിനെ വാങ്ങി വളർത്തരുത്. എൻ്റെ തീരെ ചെറിയ പോത്തുകളായിരുന്നു എല്ലാതും. അപ്പോൾ ഞാനും അങ്ങനെ കാര്യമായ കൈത്തീറ്റൊന്നും കൊടുക്കാണ്ട് തന്നെ എൻ്റെ പോത്തുകളൊക്കെ നല്ല വലിപ്പമുണ്ട്. ഏറ്റവും വലുതൊക്കെ നല്ല വളർച്ചയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണ, കാര്യമായിട്ട് നമ്മൾ കാശ് ചിലവിട്ട് കുറച്ച് അത്യാവശ്യമൊക്കെ കൊടുക്കണം. എന്നാലും വലിയ കാശൊന്നും ചിലവാക്കാതെ വേണം നമ്മൾ പോത്തിനെ വളർത്തിയെടുക്കാൻ. തീരെ ചെറുതിലേ വാങ്ങിച്ചതാണ്. എൻ്റെയൊക്കെ പെട്ടെന്ന് വളർന്ന് ഒരു വിധമായിട്ടുണ്ട്. എല്ലാ പോത്തുകളും നന്നായി വളർന്നിട്ടുണ്ട്. 100-ലധികം പോത്തുകളുണ്ട്. അതൊരു 35 എണ്ണം മീഡിയം സൈസ് ഉണ്ട്. അത് വിൽക്കാനുള്ള വലിപ്പം, ഒരു മീഡിയം നിങ്ങൾക്ക് വളർത്താൻ ആവശ്യത്തിനുള്ള വലിപ്പമുള്ള ടൈപ്പ് പോത്തുകളുണ്ട്. അത് ഈ വർഷം വാങ്ങിച്ച അടുത്ത വർഷമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. വാങ്ങിച്ച ഉടനെ ഒന്നും വിൽക്കാൻ പറ്റില്ല. ഈ വർഷം 1 വർഷം വളർത്തിയിട്ട് വേണം അത് വിൽക്കണമെങ്കിൽ. ഞങ്ങളെല്ലാത്തിനും ഇത് അഴിച്ചു വിട്ടേക്കാണ്. നേരത്തെ കണ്ട പാടത്തും ഈ പാടത്തും ഒക്കെ എല്ലാത്തിനും പല സ്ഥലങ്ങളിലാക്കി അഴിച്ചു വിട്ടേക്കാണ്. ഇപ്പോൾ ഈ പോത്തിനെ നോക്കണ പയ്യൻ നാട്ടിൽ പോയി, അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ കാരണം ചെറിയൊരു ബുദ്ധിമുട്ട്, നമുക്ക് സമയം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. വേറെ ഇതിനെ നോക്കാനായിട്ട് പ്രശ്നമില്ല, കാരണം വേറെ കടയുണ്ട്, 1-2 ചെറിയ കടകളുണ്ട്. അപ്പോൾ അത് നോക്കണം. ഇത് നമ്മൾ മുന്നേ അറിഞ്ഞെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തേനെ. പക്ഷെ പെട്ടെന്നാണ് അറിഞ്ഞത് പെട്ടെന്ന് നാട്ടിൽ പോകണമെന്ന്. അപ്പോൾ എനിക്ക് ഫുൾ ടൈം ഇതിനെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം വന്നു. കൊണ്ടുപോയതിന് ശേഷം നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്, നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ട് പറയരുത്. എല്ലാതും മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്.
കൊണ്ടുപോയിട്ട് നോക്കാൻ ആളില്ല, ബുദ്ധിമുട്ടാണെന്ന് പറയരുത്. അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടും മനസ്സിലാക്കിയിട്ട് വേണം പോത്തിനെ വാങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങുന്നവർ വാങ്ങാനായിട്ട്. വീടിൻ്റെ അടുത്ത് പുല്ലുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത്, ഇപ്പം നിങ്ങൾ കെട്ടിയിടാണെങ്കിൽ കൃത്യസമയത്ത് കെട്ടിയിടാനും കൃത്യസമയത്ത് അതിന് വെള്ളം കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഞങ്ങൾ ഇതിൽ നിന്ന് കുറേ എണ്ണത്തിനെ വിറ്റ് ഞങ്ങൾ ഇനി ലോഡ് ഇറക്കുമ്പോൾ ഞങ്ങൾ ഇതിനേക്കാളും ചെറുതിനാണ് ഇപ്പോൾ ലോഡ് ഇറക്കുക. അത് ഞങ്ങൾക്ക് വളർത്താൻ തന്നെയാണ്. ഞങ്ങളതിനെ പെട്ടെന്ന് തന്നെ വളർത്തി വലുതാക്കി എടുത്തിട്ടാണ് പിന്നെ സെയിൽ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇനി ഇറക്കുമ്പോൾ ചെറുതിറക്കും. അതിപ്പോൾ കൊടുക്കാനുള്ളതല്ല, ഞങ്ങൾക്ക് വളർത്താനുള്ളതാണ്. ഇപ്പോൾ ഈ മീഡിയം പോത്തിനൊക്കെ ഞങ്ങളിപ്പോൾ കൊടുക്കും. ഏത് കൊച്ചു കുട്ടികൾക്ക് വരെ ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കാം. എല്ലാവരുടെയും ഒന്നും കുത്തൊന്നുമില്ല, ഒന്നും ഉപദ്രവിക്കാനൊന്നും വരില്ല. ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കാം. എല്ലാവർക്കും ഒരു പ്രശ്നമില്ലാത്ത പോത്തുകളാണ്. ഇവർക്ക് കെട്ടിയിട്ട് വളർത്തുമ്പോഴാണ് ചിലർക്കൊക്കെ ദേഷ്യം കൂടുക. ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് വളർത്തിയിട്ട് ഒരു പോത്ത് പോലും ഇങ്ങനെ ഓടിപ്പോവേ ഇങ്ങനെ ഉപദ്രവിക്കുകയോ ഒന്നും, ആരും ഉപദ്രവിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നമില്ല. എല്ലാവരും ഒരേപോലെ ഇത്രയും വർഷങ്ങൾ നോക്കിയിട്ടും ഒരു പോത്തിൻ്റെ അടുത്തുനിന്ന് പോലും ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ഒരു പോത്ത് പോലും ഇങ്ങനെ ഓടിപ്പോവുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവരിങ്ങനെ അവരുടെ ഇഷ്ടത്തിനല്ലേ നടന്ന് തിന്ന് ഫാമിലിക്കൊക്കെ പോണത്. പുതിയവരെ കൊണ്ടുവരുമ്പോൾ 5 10 നടന്ന് ആ പറമ്പുകളിലേക്കൊക്കെ കയറിപ്പോവും. അത് നന്നായി ശ്രദ്ധിക്കണം. എന്നല്ലാണ്ട് വേറൊരു പ്രശ്നങ്ങളും ഇവരെ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കാം, ഒരു പ്രശ്നവുമില്ല. പോത്തിനെ വളർത്താനും എളുപ്പമാണ്, ഏറ്റവും ലാഭകരമായ ബിസിനസ്സുമാണ്. ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ അതിൻ്റെ രീതിയിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാഭകരമായ ബിസിനസ്സാണ്. ഇപ്പോൾ ഇത്രയും പോത്തുകളെ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പണിക്കാരൻ നാട്ടിലേക്ക് പോയപ്പോൾ ഇത്രയും പോത്തുകൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ കൂടെ നോക്കിയെടുക്കുകയാണെങ്കിൽ എളുപ്പമാണ്, ലാഭകരമാണ്. പോത്തിന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. ആവശ്യക്കാർ മാത്രം വിളിക്കുക. അപ്പോൾ വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.